സിപിഐഎമ്മിനെതിരെ വീണ്ടും വിമർശനവുമായി ജി സുധാകരൻ എം.എൽ.എ. പൈസയുണ്ടാക്കുക, ശാപ്പാരടിക്കുക, രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നതാണ് ഇപ്പോൾ സിപിഐഎമ്മിൽ നടക്കുന്നത് എന്നാണ് വിമർശനം. പാർട്ടിയുടെ മുകളിലിരിക്കുന്നവരാണ് പാർട്ടിയെ തകർക്കുന്നത് എന്നും ജി സുധാകരൻ. അസാമാന്യമായ കഴിവല്ലേ പാർട്ടിയെ തകർക്കാനുള്ള കഴിവ്? ആരാ തകർക്കുന്നത്? മോഡിയിരിക്കുന്നവർ. ഏത് സീറ്റുകൾ തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ നോക്കുന്നതാണ് മോഹൻ പറയും. ജനങ്ങൾ എന്ത് ചെയ്തു? അമ്പലപ്പുഴ എന്നെയും ജയിപ്പിച്ചു, ബാക്കി എല്ലാ സീറ്റിലും അവരെ നോക്കും. എവിടെ തോറ്റാലും കുഴപ്പമില്ല, ഉത്തരവാദിത്തമില്ല. എന്നൊരു വിപ്ലവം നമ്മൾ പറയുകയാണ്, ഓരോന്ന് പറയുകയാണ്. എതിരാളിയെ കുറ്റം കാണിച്ച് അവരെ കുറ്റം പറയുകയാണ്. നമ്മുടെ കുറ്റം തിരുത്താതെ എതിരാളിയെ കുറ്റം പറയുന്നതുകൊണ്ടൊന്നും ജനപിന്തുണയും കിട്ടാൻ പോകില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിൻ, ഏത് പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും സിപിഐഎമ്മിനെതിരെ ഇങ്ങനെ ഒരു വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത് വന്നത്? അമൃത, സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം സുധാകരൻ പല വേദികളിലും പറഞ്ഞ വിമർശനങ്ങൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. മൂർച്ച അല്പം കൂടിയെങ്കിലേ ഉള്ളൂ. ഇന്നും സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനും വരെ അതിരൂക്ഷ വിമർശനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം നടത്തിയത്. സിപിഎമ്മിൽ നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആത്മവിമർശനമൊക്കെയുള്ള കാലം പണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ടി എന്ന പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് താൻ പുറത്തേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരനെതിരായ പ്രചരണ യോഗത്തിൽ വന്ന കാര്യത്തെയും ഇന്ന് വിമർശിച്ചിട്ടുണ്ട്. വിജയരാഘവൻ വന്ന് പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കൂടുതൽ വോട്ട് കിട്ടി എന്ന പരിഹാസമാണ് അതിലുണ്ടായത്. എന്തായാലും പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരായ ജി സുധാകരന്റെ പരിഹാസവും ആക്ഷേപവും വിമർശനങ്ങളും എല്ലാം ശക്തമായി തന്നെ തുടരുകയാണ്. അമൃത, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.